പ്രശസ്ത ബോളിവുഡ് താരദമ്പതികളായ ഐശ്വര്യ റായ് ബച്ചൻ്റെയും അഭിഷേക് ബച്ചൻ്റെയും ജീവിതം കുറച്ചു കാലമായി ഗോസിപ്പുകളുടെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അംബാനി കുടുംബത്തിൽ കഴിഞ്ഞ വർഷം നടന്ന അനന്തിൻ്റെയും രാധികയുടെയും വിവാഹ ആഘോഷങ്ങളിൽ ഐശ്വര്യയുടെയും മകൾ ആരാധ്യ ബച്ചൻ്റെയും കുടുംബത്തോടൊപ്പം എത്താതിരുന്നത് എല്ലാത്തിൻ്റെയും തുടക്കമായിരുന്നു. പിന്നീട് മരുമകളെയും പേരക്കുട്ടിയും അമിതാഭ് ബച്ചനും ഭാര്യ ജയയും മകൾ ശ്വേതയും അവഗണിച്ചതായും വാർത്തകൾ വന്നിരുന്നു. ഇതിനിടെ ബച്ചൻ കുടുംബത്തിലെ കലഹത്തെക്കുറിച്ചും അഭിഷേക് ബച്ചൻ്റെ കുടുംബത്തിൽ നിന്നും ഐശ്വര്യ മാറി താമസിക്കുന്നതിന് കാരണം ജയാ ബച്ചനും മകൾ ശ്വേതയുമാണ് എന്നിങ്ങനെ കുറച്ച് ഗോസിപ്പുകളും വന്നു തുടങ്ങിയിരുന്നു. ഇതിനിടെ ഐശ്വര്യ റായുടെ ആരാധകർ ശ്വേതാ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് പരിഹാസപൂർവ്വം സംസാരിക്കുന്ന കോഫി വിത്ത് കരൺ പരിപാടിയിലെ വീഡിയോകളും ഈ വാദങ്ങൾക്ക് കൂടുതൽ ഗൗരവം നൽകാൻ തുടങ്ങി. പാപ്പരാസികളോടും ആരാധകരോടും അവരുടെ മോശം പെരുമാറ്റത്തിന് ദേഷ്യപ്പെടുന്ന വീഡിയോകളിലൂടെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ജയാ ബച്ചൻ. എന്നാൽ ബച്ചൻ കുടുംബത്തിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയമെന്ന് സീനിയർ നടിയുടെ മകൻ അഭിഷേകിനോട് ചോദിച്ചാൽ ഉത്തരം മറ്റൊരാളുടെ പേരായിരിക്കും എന്നാണ് സഹോദരി ശ്വേതാ ബച്ചൻ പറഞ്ഞത്. കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിൽ അഭിഷേക് ബച്ചനും സഹോദരി ശ്വേതയും പങ്കെടുത്ത ഒരു പഴയ വീഡിയോയിലെ സംഭാഷണങ്ങൾ ഇപ്പോൾ വീണ്ടും വൈറലാണ്. പരിപാടിയുടെ റാപ്പിഡ് ഫയർ റൗണ്ടിൽ കരൺ ജോഹർ അഭിഷേകിനോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഭയം, ഭാര്യയാണോ അമ്മയാണോ? അഭിഷേക് തനിക്ക് അമ്മയാണ് ഭയം എന്ന് മറുപടി നൽകിയപ്പോൾ സഹോദരി ശ്വേത ഉടൻ തന്നെ ഭാര്യയെന്ന് പറയുകയായിരുന്നു. ഇതിൽ തമാശ രൂപേണ ദേഷ്യപ്പെട്ട അഭിഷേക് ഇത് എനിക്കുള്ള ചോദ്യമാണ്, ഒന്നും മിണ്ടാതിരിക്കൂ എന്ന് ശ്വേതയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേട്ട് അവതാരകൻ കരൺ ജോഹർ ചിരിക്കുകയായിരുന്നു. എന്നാൽ ഐശ്വര്യയുടെ ആരാധകർ പറയുന്നത് അഭിഷേകും ശ്വേതയും പങ്കെടുത്ത എപ്പിസോഡ് പരിശോധിച്ചാൽ സൂപ്പർ താരത്തിൻ്റെ മകൾക്ക് തൻ്റെ സഹോദരൻ്റെ ഭാര്യയോടുള്ള അസഹിഷ്ണുതയും അസൂയയും നിറഞ്ഞു കാണാം എന്നാണ്. ബച്ചൻ കുടുംബത്തിലെ കലഹം അറിയാതെയെങ്കിലും ശ്വേതയുടെ പെരുമാറ്റം മൂലം പുറം ലോകം അറിഞ്ഞുവെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ പോലും അഭിഷേക് ബച്ചൻ തനിക്ക് ഭാര്യ ഐശ്വര്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു അഭിമുഖത്തിൽ കുടുംബജീവിതത്തിൽ ഐശ്വര്യയുടെ പങ്ക് എത്ര വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. വിവാഹശേഷം ഒരു നടൻ എന്നുള്ള നിലയിൽ എൻ്റെ വളർച്ചയ്ക്ക് കാരണം ഐശ്വര്യയാണ്. നിങ്ങൾ പോയി അഭിനയിക്കൂ, ആരാധ്യയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൾ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ അവസരം നൽകി. അഭിഷേകും ഐശ്വര്യയും തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവാഹമോചന വാർത്തകളും മറ്റ് അഭ്യൂഹങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ തങ്ങളെയും കുടുംബത്തെയും എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അഭിഷേക് തുറന്നു പറഞ്ഞതാണ്. ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ എൻ്റെ സ്ഥാനത്തല്ല, എൻ്റെ ജീവിതം ജീവിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപ് തന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ അവഗണിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് കൂടുതൽ വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം 2007 ഏപ്രിൽ 20 ബച്ചൻ കുടുംബത്തിൻ്റെ മുംബൈയിലെ വസതിയിൽ വെച്ച് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായ് ബച്ചനും വിവാഹിതരായത്. 3 വർഷത്തിന് ശേഷം 2011 നവംബർ 16 ഇരുവർക്കും ആരാധ്യ ബച്ചൻ എന്ന മകൾ ജനിച്ചു. ഇന്ന് കൗമാരക്കാരിയായ ആരാധ്യ അമ്മ ഐശ്വര്യയ്ക്കൊപ്പം ഒരുപാട് അവാർഡ് ദാന ചടങ്ങുകളിലും കാൻ ഫിലിം ഫെസ്റ്റിവലിലുമൊക്കെ സജീവ സാന്നിധ്യമാണ്.